അപ്പം ഗുജറാത്തിലെ കവാഡിയ റെയിൽവേ സ്റ്റേഷനിലൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിവിടെ ഇറങ്ങുന്നത് വരെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു, നല്ല ചൂടായിരുന്നു. ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ ശക്തമായിട്ടുള്ള മഴ പെയ്തു. അപ്പോൾ എൻ്റെ കൂടെയുള്ള ആൾ കുടയൊക്കെ എടുത്തതുകൊണ്ട് അങ്ങനെ പോവുകയാണ്. കുടയൊക്കെ എടുത്ത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ബസ്സുകൾ അവർ വന്ന് നമ്മളെ ഇവിടുന്ന് പിക്ക് ചെയ്തിട്ട് സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ വരും. നമുക്കതിൽ കയറി ഇരുന്ന് കൊടുക്കുക. അവർ ഇവിടുന്ന് നമ്മളെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിലേക്ക് കൊണ്ടുപോകും. വെൽക്കം ടു വക്കീൽ വ്ളോഗ്സ്. നമ്മളിപ്പോൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ഏകദേശം അടുത്തെത്താറായി കഴിഞ്ഞു. സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിലേക്ക് ഒരു 5 മിനിറ്റ് അവിടെ നിന്ന് നടന്നു കഴിഞ്ഞാൽ എത്തും. അങ്ങോട്ടുള്ള യാത്രയിലാണ്. അപ്പോൾ യാത്രക്കാർക്ക് അത്യാവശ്യം ഇവിടെ സന്ദർശിക്കുന്ന ആളുകൾക്ക് അത്യാവശ്യം വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ കൗണ്ടറുകളൊക്കെ ഉണ്ട്. കൗണ്ടറിനകത്ത് നമുക്ക് കാര്യങ്ങൾ അന്വേഷിക്കാം. എല്ലാ സൗകര്യങ്ങളുണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ പ്രതിമ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യനായ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പേരിലായിരിക്കുന്നു. ഗുജറാത്തിലെ സർദാർ സരോവർ അണക്കെട്ടിലെ ജലാശയത്തിന് നടുവിലുള്ള സാധുബെറ്റ എന്ന ചെറുദ്വീപിലാണ് ഇതിൻ്റെ ആസ്ഥാനം. 4.2 കോടി US$ ഈ പദ്ധതിക്കായി ചെലവ് വന്നിട്ടുള്ളത്. പ്രമുഖ ശില്പി റാംവി സുധറാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. 33,000 ടൺ ഉരുക്കും ഇതിൻ്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചു. പ്രവർത്തനം തുടങ്ങിയ ആദ്യ വർഷത്തിൽ 29 ലക്ഷം സന്ദർശകരാണ് ഇവിടെ കാണാനെത്തിയത്. 2021 മാർച്ച് 15 50 ലക്ഷം സഞ്ചാരികൾ ഇവിടം സന്ദർശിച്ചു. 3000 തൊഴിലാളികൾ ഒത്തുചേർന്നാണ് പട്ടേൽ പ്രതിമ നിർമ്മിച്ചിട്ടുള്ളത്. വെങ്കല ക്ലാഡിങ്ങുകൾ പ്രതിമയിൽ പിടിപ്പിക്കുന്നതിന് ചൈനയിൽ നിന്നുള്ള തൊഴിലാളികളുടെ സഹായവും തേടിയിട്ടുണ്ട്. താഴെ നിന്നും ലിഫ്റ്റ് വഴി സഞ്ചാരികൾക്ക് മുകളിലേക്ക് പ്രവേശിക്കാവുന്നതും അതിമനോഹരമായ ആർട്ട് ഗാലറിയും പട്ടേലിനെ സംബന്ധിക്കുന്ന ചരിത്രങ്ങളും നമുക്കിവിടെ കാണാവുന്നതുമാണ്. ഇവിടം സന്ദർശിക്കാനെത്തുന്നവർക്ക് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന സർദാർ സരോവർ അണക്കെട്ടും വന്യമൃഗങ്ങളെയും പക്ഷികളെയും പ്രദർശിപ്പിച്ചിരിക്കുന്ന മൃഗശാലയും കാണാം. മാത്രവുമല്ല, പൂക്കളുടെ താഴ്വര വാലി ഓഫ് ഫ്ലവേഴ്സ് എന്നറിയപ്പെടുന്ന ഒരു മനോഹരമായ ഗാർഡനും ഇവിടെ സഞ്ചാരികളെ ആകർഷിക്കുന്നു. 380 രൂപയാണ് പട്ടേൽ പ്രതിമ സന്ദർശിക്കുന്നതിനുള്ള ചാർജ്. തൊട്ടടുത്ത വാലി ഓഫ് ഫ്ലവേഴ്സും സൂവും സന്ദർശിക്കുന്നവർക്ക് പ്രത്യേകം ടിക്കറ്റുകൾ എടുക്കേണ്ടതുണ്ട്.
ഞങ്ങൾ ലിഫ്റ്റിനുള്ളിലാണ്. ലിഫ്റ്റിൽ കയറി മുകളിലേക്കുള്ള സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ മുകൾ ഭാഗത്തേക്കുള്ള യാത്രയിലാണ്. ലിഫ്റ്റിനുള്ളിൽ തന്നെ ഇത് കൺസ്ട്രക്ട് ചെയ്ത വിവിധ സ്റ്റേജുകളുടെ ഫോട്ടോസ് നമുക്ക് പതിച്ചതായിട്ട് കാണാൻ സാധിക്കും. ആദ്യം ഒരു തുടക്കം മുതൽ അവസാനം വരെയുള്ള ഭാഗങ്ങൾ ലിഫ്റ്റിനകത്ത് തന്നെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. സ്റ്റാച്യുവിൻ്റെ 2 ഭാഗങ്ങളിലായിട്ട് വ്യൂ ചെയ്യാനുള്ള ഗാലറികളുണ്ട്. പബ്ലിക്കിന് ലിഫ്റ്റ് വഴി വന്ന് ഈ മധ്യഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ ലിഫ്റ്റിൽ നിന്ന് പുറത്തിറങ്ങി 2 ഭാഗത്തുള്ള ചില്ല് ജാലകങ്ങളിലൂടെ പുറത്തേക്കുള്ള കാഴ്ചകൾ കാണാം. പട്ടേൽ പ്രതിമയുടെ നെഞ്ചിൻ്റെ ഭാഗം തുറന്നിരിക്കുന്ന രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇരുവശങ്ങളിലും പുറത്തേക്ക് കാണാൻ സാധിക്കുന്ന തരത്തിൽ ഗാലറികൾ സ്ഥാപിച്ചിരിക്കുന്നു. പട്ടേൽ പ്രതിമ കാണാനെത്തുന്ന സന്ദർശകരെ കാത്തിരിക്കുന്നത് മനോഹരമായ കാഴ്ചകളാണ്. സന്ദർശക കേന്ദ്രം, സംഗ്രഹാലയം, ആർട്ട് ഗാലറി, ഉദ്യാനം, കൺവെൻഷൻ സെൻ്ററുകൾ, പട്ടേലിൻ്റെ ജീവിതത്തിലെ സുപ്രധാന കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ലേസർ ഷോ, 5000 അടിയുടെ ഉയരത്തിൽ നിന്നും പ്രതിമ കാണാനുള്ള സൗകര്യം തുടങ്ങിയവ ഒക്കെ തന്നെ ഈ പ്രതിമയുടെ ഭാഗമായി ഉയർന്നു വരുന്ന കാര്യങ്ങളാണ്. ഇതാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ പ്രതിമയുടെ മധ്യഭാഗം. ഈ മധ്യഭാഗത്ത് നിന്ന് പുറത്തേക്ക് ജാലകത്തിലൂടെ നോക്കിയാൽ നമുക്ക് നർമ്മദാ നദിയും അതേപോലെ സർദാർ സരോവർ അണക്കെട്ടും കാണാൻ സാധിക്കും. മീറ്റർ ഉയരമുള്ള ഈ ഭീമാകാരമായ പ്രതിമ സിമന്റ്, കോൺക്രീറ്റ്, സ്റ്റീൽ, വെങ്കലം തുടങ്ങിയവ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. പുറംഭാഗത്ത് പൂർണ്ണമായും വെങ്കലമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മീറ്ററാണ് ഈ പട്ടേൽ പ്രതിമയുടെ ഉയരം. ഒട്ടാകെ 182 മീറ്റർ, അതായത് ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. സ്റ്റാച്യു ഓഫ് ലിബർട്ടി, അമേരിക്കയിലുള്ള സ്റ്റാച്യു ഓഫ് ലിബർട്ടിയേക്കാൾ ഉയരത്തിലാണ് ഈ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്.